ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ പദ്മിനി ലാൽ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് ഞാനിവിടെ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മോര് കറിയാണ്. എൻ്റെ മോനും എൻ്റെ മോൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോര് കറിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 1 കിലോ തൈര്, 500 ഗ്രാം വീതം 2 പാക്കറ്റ്, അത് മിക്സിയിലിട്ട് അടിച്ച് കട്ടയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് 20 വെളുത്തുള്ളിയുടെ അല്ലി അരിഞ്ഞ് വെച്ചത്. ഇത് 2 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എടുത്തിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. ഇത് 8 നല്ല എരിവുള്ള പച്ചമുളകാണ് നീളത്തിൽ പൊളിച്ച് വെച്ചിട്ടുണ്ട്. വേപ്പില, ഉപ്പ് ആവശ്യത്തിന്. ഇത് 2 ഏത്തപ്പഴം അരിഞ്ഞ് വെച്ചിട്ടുള്ളത്. ഇത് വെളിച്ചെണ്ണ. എപ്പോഴും വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കണം. ഒന്നുകിൽ മില്ലിൽ ആട്ടിയത്, അല്ലെങ്കിൽ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടും, അത് വാങ്ങിച്ച് ഉപയോഗിക്കുക. ഇത് സവാള ഒരെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കോക്കനട്ട് മിൽക്ക് പൗഡറാണ്. ഞാൻ ഈ മോരുകറിക്ക് തേങ്ങയോ അല്ലെങ്കിൽ തേങ്ങ അരച്ചോ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊന്നും അല്ല എടുക്കാറ്. ഈ കോക്കനട്ട് മിൽക്ക് പൗഡർ തന്നെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ മുളക് പൊടി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, താളിക്കാൻ ആവശ്യത്തിനുള്ള കടുക് 1.5 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, മുളക് 4. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം ഈ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് നമ്മളുടെ മോരുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചാൽ മതി. നമുക്ക് എന്നിട്ട് വെളിച്ചെണ്ണ ഒരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ കുറച്ച് നേരം വഴറ്റിയാൽ മതി. അധികം നേരം വഴറ്റണ്ട. കുറച്ച് നേരം വഴറ്റുക. ഒരു ചുമക്കൊന്നും വേണ്ട, ഒന്നൊരു പച്ചമണം മാറുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് അത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഒരുമാതിരി വേവാകും. അപ്പോഴേക്ക് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്ത്, അപ്പോൾ പകുതി വേവ് ആയിക്കോളും ഏത്തപ്പഴം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. ഇളക്കി കൊടുത്ത് ഒരുമാതിരി ഇങ്ങനെ 2-3 മിനിറ്റ് ഇങ്ങനെ ഇളക്കിയാൽ മതി. അപ്പോഴേക്കും അത് ഒരുമാതിരി ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കാണാം അത് ഒരുമാതിരി കളറൊക്കെ മാറി പകുതി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അപ്പം മുളക് പൊടി മഞ്ഞൾപ്പൊടിയും നമുക്ക് ഇതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ അടുക്കി പിടിക്കുകയൊക്കെ. മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി ഒന്ന് പതുക്കെ ഇളക്കി ഇനി അധികം മുക്കാൻ നിൽക്കണ്ട. ഇനി നമുക്ക് ഇതിലേക്ക് 3 ഗ്ലാസ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടി വയ്ക്കാം. ഗ്ലാസ് വെള്ളം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഇനി നമുക്ക് നോക്കിയിട്ട് ഒടുവിൽ നമുക്ക് നോക്കിയിട്ട് ഇടാം ആവശ്യമുള്ളത്. ഏകദേശം ഇത് തേങ്ങാപ്പാൽ കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കി വെച്ചിട്ടുള്ളതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് എല്ലാം കൂടി എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് മൂടി വെച്ച് സെറ്റാകും. ഇനി നമ്മളിത് മൂടി വെച്ച് ഇതൊന്ന് എല്ലാം സെറ്റായി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് വെന്ത് സെറ്റായിക്കോളും. അപ്പം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം 3-4 മിനിറ്റ് കഴിഞ്ഞു. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്കിത് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തൈര് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം തീ, അല്ലെങ്കിൽ പെട്ടെന്ന് പിരിഞ്ഞു പോകും. അപ്പം ലോ ഫ്ലെയിമായിട്ട് നമ്മൾ തൈര് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തൈര് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതിന് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ടയില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പം അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത് കാര്യം, നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അത് പിരിഞ്ഞു പോകാനിടവരരുത്. തീയാണെങ്കിൽ ഏറ്റവും ലോ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇളക്കി തന്നെ ഇരിക്കണം. ലോ ഫ്ലെയിമിൽ ഇരിക്കുക. അത് നമ്മൾ കുറച്ച് നേരം ഇളക്കി വരുമ്പോൾ നമുക്കറിയാം ഒരു സ്റ്റീം പോലെ തിള വരുന്ന വരെ നിൽക്കരുത്. തിള വരുന്ന വരെ നിന്നാൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകും. ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇട്ടിട്ട് പതുക്കെ ഇളക്കി ഉപ്പും പുളിയെല്ലാം കറക്റ്റാണെന്ന് നോക്കിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അത് ഞാനതിൽ ഇൻഗ്രീഡിയൻസിൽ വെച്ചിട്ടില്ല. അതുകൊണ്ട് അത് നിങ്ങൾ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യാൻ. ഞാനൊരു 2 സ്പൂണ് പഞ്ചസാര ചേർക്കാറുണ്ട്. വലിയ സ്പൂൺ ഇട്ടെടുക്കാം. ഇനി നമുക്ക് ഇളക്കി ഇതിപ്പോൾ ഏകദേശം ഒരു സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റീം വന്ന് തുടങ്ങി. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. മോര് കറിയുടെ ഒരു നല്ല വാസന വരുന്നുണ്ട്. ഇപ്പോൾ ഇനി ഓഫ് ചെയ്യാം. സ്റ്റീം വന്നു തുടങ്ങി ചെറുതായിട്ട്. ഇനിയിപ്പോൾ തിളയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ചിടുന്നതല്ല, വെളിച്ചെണ്ണ ഒഴിച്ച് താളിച്ച്. ഇത് ഞാനിപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാൻ കേട്ടോ. ഓക്കെ. ഇനി ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് നേരം കൂടി ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകും. നല്ല കളറും നല്ല സ്മെല്ല്, ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. നന്നായിട്ടുണ്ട്, കറക്റ്റ്. ഇനി താളിക്കാം. ഇപ്പം മോര് കറി ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് താളിച്ചിടാം. ബാക്കി വെളിച്ചെണ്ണ താളിക്കാൻ വേണ്ടി ഒഴിക്കും.
ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം നല്ലതായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് അത് പതുക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകും ഇട്ട് കൊടുക്കാം. കടുകും ഉലുവയൊന്ന് പൊട്ടട്ടെ. അപ്പം ഞാനിതിൽ ഇൻഗ്രീഡിയൻസിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. 2 ചെറിയ ഉള്ളി കൂടി അരിഞ്ഞിതിൽ ഇതിലേക്ക് ഇട്ട് ഉലുവയും കടുകും പൊട്ടിക്കഴിയുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞത് ഒന്ന് വഴറ്റിയാൽ കുറച്ചുകൂടി നല്ലതാണ്. താളിച്ച് കഴിയുമ്പോൾ നല്ല സ്മെല്ല് വരും. ശരിക്കും എല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇതൊക്കെ ബാക്കി ഉള്ളിയും വേപ്പിലയും മുളകൊക്കെ ഇടാവൂ. ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും ഒന്ന് മൊരിഞ്ഞ് ആ ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ ആവും. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. മുളകൊക്കെ നന്നായിട്ട് കത്ത് വരും. ഒരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഉള്ളിയുടെ സ്മെല്ലാണ്. അത് ഞാൻ ഇൻഗ്രീഡിയൻസിൽ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടില്ല, അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, റെഡിയായി. നമുക്കിത് ഇതിലേക്കെടുത്ത് മോര് കറിയിലേക്കെടുത്ത് ഒഴിക്കാം. കുറച്ച് നേരം നമ്മളിത് അനക്കാതെ മൂടി തന്നെ വെച്ചേക്കാം. അപ്പം സ്മെല്ല് പുറത്തേക്ക് പോവില്ല. അപ്പം നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല മണവും വരുന്നുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് വന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇത് കൂട്ടി ഊണ് കഴിക്കാനായിട്ട്. ഞാനൊന്ന് വിളമ്പി കൊടുത്തോട്ടെ കേട്ടോ. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായം എന്നെ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ഇനിയും നല്ല നാടൻ റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ. താങ്ക് യു.